ഒരു ചോദ്യം ചെയ്യാം. തുല്യ വ്യാപ്തമുള്ള രണ്ട് വൃത്തസ്തൂപികകളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 4:5 എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എന്താണ് ഈ വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ? കോണ്. നമ്മള് കോൺ ഐസ്ക്രീമിന്റെ ഒക്കെ കോൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ തൊപ്പി, ബർത്ത്ഡേക്ക് ഒക്കെ വെക്കുന്ന തൊപ്പി, അതൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വൃത്തസ്തൂപിക എന്ന് പറയാം. ഇതിന് നമുക്ക് ഒരു എച്ച് ഉണ്ട്, അതായത് ഹൈറ്റ് ഉണ്ട് എച്ചും, പിന്നെ ഇത് താഴെ വന്നിരിക്കുന്ന ഒരു വൃത്തത്തിന്റെ ഷേപ്പ് ആണല്ലോ, അവിടെ നമുക്കൊരു ആരവും വരും. അപ്പൊ ഇതാണ് വൃത്തസ്തൂപിക എന്ന് പറയുന്നത്. ഈ വൃത്തസ്തൂപികയുടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് 1/3 πr² h ആണ്. 1/3 πr²h. അപ്പൊ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വൃത്തസ്തൂപികയുടെ കാര്യമാണ് പറയുന്നത്, തുല്യ വ്യാപ്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് വൃത്തസ്തൂപികയാണെങ്കിൽ R1 ഉം H1 ഉം നമുക്ക് ആദ്യത്തെ വൃത്തസ്തൂപികയുടെ ആരവും ഹൈറ്റും ആയിട്ട് എടുക്കാം. R2 H2 രണ്ടാമത്തെ വൃത്തസ്തൂപികയുടെ ആരവും ഹൈറ്റും ആയിട്ട് അല്ലെങ്കിൽ ഉയരമായിട്ട് എടുക്കാം. അങ്ങനെയാണ് നമുക്ക് ഇത് തുല്യമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് 1/3 πr1² h1 സമം 1/3 πr2² h2 എന്ന് നമുക്ക് ഇതിനെ എഴുതാമല്ലോ. അങ്ങനെയാണെങ്കിൽ 1/3 പൈയും ഇവിടുത്തെ 1/3 പൈ രണ്ട് സൈഡിലും ഈക്വൽ ആയതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി എന്തുകൊണ്ട്? R1² h1 ഉം R2² h2 ഉണ്ട്. ഇതിൽ R1 4ആണ്. അപ്പൊ 4 × h1 എന്ന് വെച്ചാൽ 16 h1 എന്ന് ആദ്യത്തേത് സമം R2 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ നമുക്ക് 5ന്റെ സ്ക്വയർ 25 h2 എന്നും രണ്ടാമത് വരും. അപ്പൊ ഇത്രയും വന്നു. ഇനി നമുക്ക് ഈ ഹൈറ്റ് h1 h2ന്റെയും റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ h1/h2 എന്ന് എഴുതാം. h1/h2 = ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ h1ന്റെ 16 അല്ലേ വരേണ്ടത്. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ h1ന്റെ 16 വരണമെങ്കിൽ നമുക്ക് ഇവിടെ വേണം 16 കൊടുക്കാൻ, മേളില് 25 കൊടുക്കുക. അതായത് h1/h2 എന്ന് എഴുതുമ്പോൾ അതിന്റെ കൂടെയുള്ള നമ്പേഴ്സിനെ തിരിച്ചിട്ടാൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ. h1 അംശബന്ധം h2 സമം എന്തായിരിക്കും? ഇതുപോലെ തന്നെ 25 അംശബന്ധം 16 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. h1:h2 25:16. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ആദ്യത്തെയും രണ്ടാമത്തെയും വൃത്തസ്തൂപികളുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 25:16 എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ രണ്ട് രീതിയിലും കിടപ്പുണ്ട്. 16:25 25:16 കൊണ്ട് അത് ശ്രദ്ധിക്കുക, തെറ്റിപ്പോകാതെ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 25:16.